ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഇന്നലെ റോക്കി സ്വന്തം കൈക്ക് ചെയ്ത ആ ഒരു സെൽഫ് ഹാം പ്രവൃത്തി, അതേപോലെ തന്നെ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചത്, ജാസ്മിനെയും ഗബ്രീനെയും ഭീഷണിപ്പെടുത്തിയതും പിന്നെ ഇന്ന് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തതും, അതിനെ നമ്മുടെ ബിഗ് ബോസ് ഇപ്പോ എല്ലാവരെയും വിളിച്ചിരുത്തി ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി അഡ്രസ് ചെയ്തു. പവർ ടീമിനോട് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. പവർ ടീമിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഗബ്രി ജോസ് ആണ് മാനിപ്പുലേറ്റ് ചെയ്ത് തീരുമാനം എടുപ്പിക്കുന്നത്. പവർ റൂമിൽ കയറിയപാടെ ഗബ്രി ഒരു 3-4 പോയിന്റുകൾ നിരത്തി പിടിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു റോക്കി പുറത്താവണം, എവിക്ട് റോക്കി എന്നൊരു തീരുമാനം. പക്ഷെ ജാൻമണി പറഞ്ഞു ഒരാളെ പുറത്താക്കാനുള്ള റൈറ്റ്സ് ഒന്നും നമുക്കില്ല, അതിനുള്ള പവർ ടീമിനില്ല, അത് തീരുമാനിക്കേണ്ടത് ബിഗ് ബോസ് ആണ് എന്നൊരു അഭിപ്രായം. പിന്നെ ജാൻമണി പറഞ്ഞ മറ്റൊരു കാര്യം, മാക്സിമം നമുക്ക് പവർ ടീമിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ശിക്ഷ ജയിൽ നോമിനേഷൻ ആണ് ഡയറക്റ്റായിട്ട്. ജാൻമണി എടുത്ത സ്റ്റാൻഡാണ് കറക്റ്റ്. ശരിക്കും പവർ ടീമിൽ ഉള്ളവരിൽ ജാൻമണി ഒഴികെ ബാക്കി എല്ലാവരും പവർ ടീമിൽ നിന്ന് പുറത്താവേണ്ടവരാണ്. അപ്പൊ പവർ ടീം ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു ബിഗ് ബോസിന്റെ അടുത്ത്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ശരി എങ്കിൽ ഞാൻ തീരുമാനിക്കാം എന്ന, എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ടാസ്കിനിടയ്ക്ക് ബാത്റൂമിന്റെ ഡോർ അടിച്ച് തകർത്ത കണ്ടസ്റ്റൻസ് വരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തില്. അതിനൊന്നും ഒമർലുല്ലിനെ ഒന്നും ബിഗ് ബോസ് പുറത്താക്കിയതായിട്ട് ഞാൻ കണ്ടില്ല. വാർണിംഗ് കൊടുത്ത് വിടുകയായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം, ഇത് ടാസ്കിനിടയ്ക്ക് ആയിരുന്നില്ല, ഇതൊരു സെൽഫ് ഹാം പ്രവൃത്തിയാണ്, സ്വയം ഹേർട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്, ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇനി ഇതുപോലെ ജാസ്മിന്റെയോ ഗബ്രിയുടെയോ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായാൽ റോക്കി ഇതിന് മുകളിൽ ചെയ്യുമോ എന്നൊരു ആശങ്കയുമുണ്ട് ബിഗ് ബോസിന്. കാരണം ഒരു കലിപ്പൻ ക്യാരക്ടറാണ് റോക്കിയുടെ. ഞാൻ അതിനെ മാനിക്കുന്നു. പക്ഷെ നമ്മളും മനുഷ്യന്മാർ തന്നെയാണ്. ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ പോലും അറിയാതെ ചെയ്തു പോകും. നമ്മൾ ഓർക്കാതെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ബിഗ് ബോസ് പോലൊരു ഗെയിം ഷോയിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് കണ്ടന്റുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഓരോ മത്സരാർത്ഥികളുടെ ഇൻസ്റ്റിങ്ക്റ്റുകളാണ് കണ്ടന്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നതല്ലേ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതാണ് ഇതിലെ ഒരു കാര്യമെന്ന് പറയുന്നത്. പുറത്താകാൻ മാത്രമുള്ള ഒരു തെറ്റും റോക്കി ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിഗ് ബോസിന് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം റോക്കിനെ അവിടുന്ന് മാറ്റി നിർത്തുക എന്നൊരു തീരുമാനമാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു സീക്രട്ട് റൂം ടാസ്ക് റോക്കിക്ക് കൊടുക്കാം. റോക്കി എല്ലാവരെയും വീക്ഷിച്ച് 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഗെയിം കണ്ടിന്യൂ ചെയ്യാം. അതല്ലാതെ ഇതിനകത്ത് ബിഗ് ബോസിനും ഒരു എവിക്ഷൻ ഒന്നും നടത്താനുള്ള ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം റോക്കിയുടെ ഗെയിം കത്തിക്കേറി നിൽക്കുന്ന ഒരു ടൈമാണിത്. നല്ല വോട്ടുകളും ഉണ്ട്. അപ്പൊ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.